ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ടൗൺ വരെ ഒന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു വ്ളോഗ് ആക്കിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. നമ്മൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് മൊത്തം കാടാണ്. അപ്പോൾ കാടൊന്ന് കത്തി കേട്ടോ, അതാണ് അതങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നത്. പിന്നെ ഇത് കത്താത്ത ഭാഗമാണ് കേട്ടോ, നല്ല പച്ചപ്പൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ വഴി ഇങ്ങനെ നടന്ന് ചെന്നപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ ബസ് പോയി. അപ്പോൾ നമ്മൾ അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് വിചാരിച്ചു എന്നാൽ കാടൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്താലോ, കാരണം അവിടെ കുറേ അതിഥികളും വന്നിരിപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴവിടെ കുറേ ആശന്മാരുണ്ട് കേട്ടോ, പക്ഷെ ഇവരൊന്നും ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ ഒരുത്തനെ നമ്മുടെ ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. ഒരുത്തൻ ഇങ്ങനെ മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ തിന്നുവാണോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ. അപ്പം അത് കുറേ നേരം ഞങ്ങൾ അവിടെ നോക്കി നിന്നു കേട്ടോ. അത് നോക്കി നിന്നപ്പോഴേക്കും നമ്മുടെ ബസ്സെത്തി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിലൊക്കെ കയറി ടൗണിലെത്തി. ടൗണിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നല്ല പൊരി വെയിലാണ്, നല്ല അടിപൊളി വെയിലാണ്. അപ്പോൾ കുടയൊക്കെ ചൂടി ഞങ്ങൾ പോയി. പക്ഷേ ഞങ്ങൾ ക്ഷീണം കാരണം ഞങ്ങളൊരു കൂൾ ബാറിൽ കയറി മുന്തിരി ജ്യൂസും അവളൊരു ബർഗറും ഞാൻ എൻ്റെ സമൂസ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ച് വീണ്ടും തിരിച്ച് ബസ്സിൽ കയറി. കാരണം അതിൻ്റെ ഇടയിലുള്ളതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, അത്ര വെയിലായിരുന്നു. അപ്പോൾ നമ്മൾ പോരുന്ന വഴിക്കുള്ള എൻ്റെ സ്വന്തം ഇടവക പള്ളിയാണിത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങ് പോന്ന് ഞങ്ങൾ ബസ്സിറങ്ങി ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയൊക്കെയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ വെയിൽ കാരണം നമുക്കൊന്നിനും പറ്റിയില്ല. കുടയൊക്കെ ചൂടിയിട്ടും കൂടെ പൊള്ളുമായിരുന്നു. അപ്പം നമ്മളിങ്ങനെ നടന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ വന്നപ്പോഴേക്കും ഈ ഒരു കയറ്റം നമുക്ക് കയറാനുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് ക്ഷീണം അകറ്റിയിട്ട് കയറാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ കാട് കണ്ടോ, കത്തി അമർന്നിരിക്കുന്ന ഈ ചൂടത്ത് അതോടെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പൊറുതികേടാണ്. അങ്ങനെ വീട്ടിൽ വന്ന് ക്ഷീണമൊക്കെ മാറ്റി അതിൻ്റെ ഇടയിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ക്ഷീണമൊക്കെ മാറി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഞങ്ങളവിടെ പിള്ളേരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ബോറടിക്കത്തില്ലല്ലോ, സ്റ്റിച്ചിങ് നടക്കും വർത്താനം നടക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലും സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഞാൻ അടിച്ച ഡ്രസ്സിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ആയിട്ടല്ല, അടിച്ചതൊക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും കുഞ്ഞുഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുഞ്ഞിന് അവിടെയുള്ള തുണികളും കത്രികയൊക്കെ എടുക്കണം എന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ശ്രദ്ധ വേണ്ടി ഞാൻ അവനോട് ക്യാമറ നോക്കാനൊക്കെ പറഞ്ഞു. അവൻ വലിയ നോക്കിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ പിന്നെ വന്ന് കുഞ്ഞു എടുത്തിട്ട് പോയി അവനെ. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് തന്നെ കടന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാലും നമുക്ക് മുന്നോട്ടേക്കൊക്കെ പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരും കേട്ടോ. ഇത് നമ്മുടെ ആദ്യത്തെ വീഡിയോസൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ക്വാളിറ്റി കുറവൊക്കെ ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതൊക്കെ തയ്ച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ വേറെ തിനിക്കൊക്കെയോ പോയി കേട്ടോ. അപ്പോൾ രാത്രിയൊക്കെ ആയപ്പോഴേക്കും കുഞ്ഞുഞ്ഞ് എന്തൊക്കെയോ വാശി പിടിച്ച് കരഞ്ഞപ്പോൾ പുറത്ത് പോയി കോളിംഗ് ബെല്ല് ഞെക്കിയപ്പോൾ ഉള്ള സൗണ്ട് കേട്ടുള്ള ചിരിയാണ് കേട്ടോ അവൻ്റെ. അപ്പോൾ കുഞ്ഞുവിന് ഭയങ്കര കാര്യമാണ്, അവളുടെ കയ്യിൽ തന്നെയാണ് അവൻ ഏത് സമയവും.